Hi students, പ്ലസ് ടു ബോട്ടണിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഈ പാഠത്തിലെ ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കായിട്ടുള്ള എംബ്രിയോസ്, സീഡ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ഇതിൻ്റെ ഡെവലപ്മെൻറ്റും പിന്നെ ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീഡ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻഡോസ്പേം, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് എംബ്രിയോസ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്ലാന്റ്സുകളിലൊക്കെ എംബ്രിയോ ഉണ്ടാവുന്നു അല്ലേ? ഫെർട്ടിലൈസേഷൻ്റെ ഭാഗമായിട്ട് എംബ്രിയോ ഉണ്ടാവുന്നു. Embryo usually develops at the micropylar end of the embryo sac. The zygote gives rise to the proembryo and subsequently to the globular, heart-shaped and mature embryo. ഓക്കെ, അപ്പോൾ എംബ്രിയോ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്? എംബ്രിയോ സാക്കിൻ്റെ ആ എൻഡിലുള്ള പൈലർ എന്ന ആ ഭാഗത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, എംബ്രിയോ സാക്ക് എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമുക്കറിയാം. അതിൻ്റെ പൈലർ എൻഡ്, അതിൽ നിന്നാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സൈഗോട്ട് ആണ് എംബ്രിയോയി മാറുന്നത് എന്ന് പറഞ്ഞു അല്ലേ? ഈ സൈഗോട്ട് എങ്ങനെയാണ്? അതൊരു പ്രോ എംബ്രിയോ, പിന്നെ അത് എന്തായി മാറുന്നു? ഗ്ലോബുലാറായി മാറുന്നു, ഹെർട്ട് ഷേപ്പഡ് ആൻഡ് മെച്യൂർ എംബ്രിയോ ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോ എംബ്രിയോ പിന്നീട് അങ്ങോട്ട് സബ്സീക്വൻ്റ്ലി ആയിട്ട് എന്തായി മാറുന്നുണ്ട്? ഗ്ലോബുലാർ, ഹെർട്ട് ഷേപ്പഡ് ആൻഡ് മെച്യൂർ എംബ്രിയോ ആയിട്ട് മാറുന്നുണ്ട്. അതായത് നമുക്കറിയാം എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന 4 സീക്വൻഷ്യൽ സ്റ്റേജുകളിലാണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്: പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ, ഹെർട്ട് ഷേപ്പഡ് ആൻഡ് മെച്യൂർ എംബ്രിയോ. അപ്പോൾ ഇങ്ങനെയുള്ള 4 സീക്വൻഷ്യൽ സ്റ്റേജുകളിലായിട്ടാണ് എംബ്രിയോസിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഇനി ഈ ഒരു എംബ്രിയോസ് 2 എണ്ണം ഉണ്ട്. ഓക്കെ, 2 ടൈപ്സിലുണ്ട്. ഏതൊക്കെയാണ്? ഡൈക്കോട്ട് എംബ്രിയോ ആൻഡ് മോണോകോട്ട് എംബ്രിയോ. എന്താണ് ഡൈക്കോട്ട് എംബ്രിയോ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 കോട്ടിലിഡൻസ് and the embryonal axis between them. എക്സാമ്പിൾ ആപ്പിൾ ആൻഡ് മാംഗോ. അതായത് 2 കോട്ടിലിഡൻസ് ഉള്ളതാണ് എന്ത്? ഡൈക്കോട്ട് എംബ്രിയോ എന്ന് പറയുന്നത്. ഇവിടെ പിക്ചറിൽ എല്ലാവരും ശ്രദ്ധിക്കുക. ഡൈക്കോട്ട് സീഡിൻ്റെ എംബ്രിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാണുന്ന ആ ഒരു പിക്ചർ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. ഈ ഒരു സ്ട്രക്ചർ തന്നിട്ട് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആ ഭാഗങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരച്ച് അടയാളപ്പെടുത്തി പഠിക്കുക. ഓക്കെ, ഇപ്പോൾ കോട്ടിലിഡൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമുക്കറിയാം, നമ്മളൊരു പയർ വിത്തൊക്കെ എടുക്കുമ്പോൾ അതിൽ 2 ഭാഗങ്ങളുണ്ടായിരിക്കും അല്ലേ? 2 പൊളികൾ പോലെയുള്ള 2 ഭാഗങ്ങളുണ്ടാകും. ഇതാണെന്ത്? കോട്ടിലിഡൻസ്. അതായത് സ്വോളൻ സ്ട്രക്ചേഴ്സ് വിച്ച് റിസർവ് ഫുഡ് ഈസ് സ്റ്റോർഡ്. അതായത് ഈ ഒരു കോട്ടിലിഡൻസ് എന്ന് പറയുമ്പോൾ ഒരു സ്വോളൻ സ്ട്രക്ചറാണ്. ഈ ഒരു ഭാഗത്താണ് ഫുഡൊക്കെ റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണെന്ത്? കോട്ടിലിഡൻസ് എന്ന് പറയുന്നത്. പിന്നെ മൈക്രോപൈൽ, ആ ഒരു മൈക്രോപൈൽ എൻഡിൽ നിന്നാണ് എന്ത് രൂപപ്പെടുന്നത്? എംബ്രിയോ രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൈക്കോട്ട് സീഡിനെ കുറിച്ച് പഠിച്ചു അല്ലേ? അപ്പോൾ ഡൈക്കോട്ട് സീഡ് അല്ലെങ്കിൽ ഡൈക്കോട്ട് എംബ്രിയോ, അതിൻ്റെ ആ ഒരു ഭാഗങ്ങളും പിന്നെ അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ആപ്പിളും മാംഗോയുമാണ്. ഓക്കെ, ഇനി മോണോകോട്ട് എംബ്രിയോ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 കോട്ടിലിഡൻസ്, അതായത് സ്ക്യൂട്ടല്ലം എന്നാണ് അതിന് പറയാം. ഇതിൻ്റെ എക്സാമ്പിൾസ് എന്താണ്? റൈസ് ആൻഡ് മൈസ്. ഓക്കെ, അപ്പോൾ ഡൈക്കോട്ട് എംബ്രിയോ എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 കോട്ടിലിഡൻസ്. അപ്പോൾ എന്താണ് കോട്ടിലിഡൻസ്? നമ്മൾ പഠിച്ചു. ഈ ഒരു ഫുഡൊക്കെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്തെയാണ് കോട്ടിലിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൈക്കോട്ടിൽ 2 എണ്ണമാണ്. ഓക്കെ, ഡൈ എന്ന് പറഞ്ഞാൽ 2 എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഡൈക്കോട്ട് എന്ന് പറയുമ്പോൾ 2 കോട്ടിലിഡൻസും മോണോകോട്ട് എന്ന് പറയുമ്പോൾ 1 കോട്ടിലിഡൻസും ആണ് പറയുന്നത്. അതിന് പറയുന്ന മറ്റൊരു പേരാണെന്ത്? സ്ക്യൂട്ടല്ലം. ഓക്കെ, അപ്പോൾ എംബ്രിയോസ് എന്താണ് എന്നുള്ളതും അതിൻ്റെ 4 സീക്വൻഷ്യൽ സ്റ്റേജസും പിന്നെ 2 ടൈപ്സിലുള്ള എംബ്രിയോസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഡൈക്കോട്ട് എംബ്രിയോയും മോണോകോട്ട് എംബ്രിയോയും. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് കടക്കാം.
നെക്സ്റ്റ് സീഡ്. എന്താണ് സീഡ്? അതായത് ഇറ്റ് ഈസ് ദ ഫൈനൽ പ്രൊഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. പ്ലാന്റ്സിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എന്നറിയാം അല്ലേ? അങ്ങനെ അതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ് എന്ത്? സീഡ്. നമുക്കറിയാം സീഡ് എന്താണെന്നുള്ളത്, വിത്ത് അല്ലേ? സീഡ് ഈസ് ദ ഫെർട്ടിലൈസ്ഡ് ഓവ്യൂൾ ഫോംഡ് ഇൻസൈഡ് ദി ഫ്രൂട്ട്. അപ്പോൾ സീഡ് എന്ന് പറയുമ്പോൾ ഫെർട്ടിലൈസ്ഡ് ഓവ്യൂളിനെയാണ് സീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓവ്യൂളിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? സീഡ്. ആ ഓവ്യൂളിൻ്റെ ഓവ്യൂളിൽ ഫെർട്ടിലൈസേഷൻ നടന്ന് അങ്ങനെയുള്ള ആ ഫെർട്ടിലൈസ്ഡ് ഓവ്യൂളിൻ്റെ ആ ഒരു ഫോമിനെയാണ് എന്ത് പറയുന്നത്? സീഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം സീഡൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? ഫ്രൂട്ടിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഇനി ഒരു സീഡിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? എ സീഡ് കൺസിസ്റ്റിംഗ് ഓഫ് എ സീഡ് കോട്ട്, കോട്ടിലിഡൻസ് ആൻഡ് എംബ്രിയോ ആക്സിസ്. അപ്പോൾ സീഡ് എന്ന് പറയുമ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ്. അവസാനമായിട്ട് ഉണ്ടാവുന്ന ആ ഒരു പ്രൊഡക്റ്റാണ് എന്ത്? സീഡ്. ഓക്കെ, ആ ഒരു സീഡ് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഓവ്യൂൾ അല്ലേ? ഓവ്യൂളിൻ്റെ ആ ഫെർട്ടിലൈസ്ഡ് ഫോമിനെയാണ് സീഡ് എന്ന് പറയുന്നത്. പിന്നെ സീഡിന് 3 ഭാഗങ്ങളുണ്ട്: സീഡ് കോട്ട്, കോട്ടിലിഡൻസ് ആൻഡ് എംബ്രിയോ ആക്സിസ്. ഇപ്പോൾ സീഡിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു സീഡ് കോട്ട് അല്ലേ? എന്താണ് സീഡ് കോട്ടിൻ്റെ പ്രത്യേകത? ഫോമഡ് ഫ്രം ഇൻഡഗ്യുമെൻറ്റ്സ് ഓഫ് ഓവ്യൂൾസ്. ഓവ്യൂൾസിൻ്റെ ഇൻഡഗ്യുമെൻറ്റിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? സീഡ് കോട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്. അപ്പോൾ നമുക്കറിയാം സീഡിനൊരു പ്രൊട്ടക്റ്റീവ് കവർ ഉണ്ടായിരിക്കും അല്ലേ? അതാണെന്ത്? സീഡ് കോട്ട് എന്ന് പറയുന്നത്. സ്മോൾ പോർ കോൾഡ് മൈക്രോപൈൽ പ്രസൻറ്റ് ത്രൂ വിച്ച് ഓക്സിജൻ ആൻഡ് വാട്ടർ എൻ്റർ ഇൻ ടു സീഡ് ഡ്യൂറിങ് ജെർമിനേഷൻ. അതായത് നമുക്കറിയാം സീഡ് എന്ത് ചെയ്യുന്നുണ്ട്? ജെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വേണം? ആ ഒരു ജെർമിനേഷന് വേണ്ടിയിട്ട്, അത് മുളക്കാൻ വേണ്ടിയിട്ടുള്ള ഓക്സിജനും വാട്ടറും എന്ത് ചെയ്യണം? ഈ ഒരു സീഡിൻ്റെ ഉള്ളിലേക്ക് കടക്കണം. അങ്ങനെ കടക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അവിടെ ഒരു പോർ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ദ്വാരം ഉണ്ടായിരിക്കും. ആ ഒരു ദ്വാരത്തിനെ പറയുന്ന പേരാണെന്ത്? മൈക്രോപൈൽ. ഓക്കെ, ഇപ്പോൾ മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ മൈക്രോപൈൽ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തു കൂടെയാണ് എന്ത് കടക്കുന്നത്? ഓക്സിജനും വാട്ടറും. അതായത് സീഡിൻ്റെ ജെർമിനേഷൻ, അതായത് സീഡ് മുളക്കുന്നതിന് വേണ്ടിയിട്ട് ഓക്സിജനും വാട്ടറും ആവശ്യമുണ്ട്. ഓക്കെ, ഇതിന് ഈ ഒരു ഓക്സിജനും വാട്ടറും കടക്കുന്ന ആ ഒരു പോറിന് അല്ലെങ്കിൽ ആ ഒരു ദ്വാരത്തെ പറയുന്ന പേരാണെന്ത്? മൈക്രോപൈൽ. അപ്പോൾ സീഡ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ? സീഡ് 2 ടൈപ്സിലുള്ള സീഡുണ്ട്: ആൽബുമിനസ് സീഡും നോൺ ആൽബുമിനസ് സീഡും. എന്താണ് ആൽബുമിനസ് സീഡ് എന്ന് പറഞ്ഞാൽ? എൻഡോസ്പെർം ഈസ് നോട്ട് കംപ്ലീറ്റ്ലി യൂസ്ഡ് ബൈ ദി ഡെവലപ്പിംഗ് എംബ്രിയോ, സോ എ പോർഷൻ ഓഫ് ഇറ്റ് റിമൈൻസ് ഇൻ ദി സീഡ്. അതായത് നമുക്കറിയാം ഈ ഒരു എംബ്രിയോ ഡെവലപ്മെൻറ്റിൽ എൻഡോസ്പെർം ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലേ? അതായത് എൻഡോസ്പെർം ആണ് ന്യൂട്രിയൻസും മറ്റു കാര്യങ്ങളൊക്കെ ഈ എംബ്രിയോ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ എൻഡോസ്പെർമിൻ്റെ ആ ഒരു കംപ്ലീറ്റ്ലി യൂസിങ് ഇവിടെ നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചെറിയ പോർഷൻ ഇവിടെ ഈ ഒരു സീഡിൽ റിമെയിൻ ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സീഡിനെ പറയുന്ന പേരാണെന്ത്? ആൽബുമിനസ് സീഡ്. ഓക്കെ, അതായത് എൻഡോസ്പെർം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ അല്ലെങ്കിൽ എൻഡോസ്പെർമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇത്തരത്തിലുള്ള സീഡുകളിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സീഡിനെ പറയുന്ന പേരാണെന്ത്? ആൽബുമിനസ് സീഡ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കൊക്കനട്ട്, കാസ്റ്റർ ആൻഡ് മൈസെ. ഓക്കെ, ഇനി അടുത്തതാണ് നോൺ ആൽബുമിനസ് സീഡ്. ഇൻ ദിസ് endosperm is completely used by the developing embryo before the maturation of seed. So there is no endosperm left in the seed. അതായത് സീഡിൻ്റെ ഉള്ളിൽ എൻഡോസ്പെർം ഇല്ലാത്ത ആ ഒരു സീഡാണെന്ത്? നോൺ ആൽബുമിനസ് സീഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ എൻഡോസ്പെർം എന്നുള്ളത് ആ ഒരു ഡെവലപ്പിംഗ് എംബ്രിയോക്ക് കൊടുക്കുന്നതാണ്? ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എൻഡോസ്പെർം എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്തിട്ട് പിന്നീട് അങ്ങോട്ട് സീഡ് ഉണ്ടാകുന്ന സമയത്ത് എന്തുണ്ടാവുന്നില്ല? ആ ഒരു എൻഡോസ്പെർം അവിടെ നിലനിൽക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള സീഡ്സിനെ പറയുന്ന പേരാണ് നോൺ ആൽബുമിനസ് സീഡ്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളാണ് പീ, ബീൻസ് ആൻഡ് മസ്റ്റാർഡ്.
ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലുള്ള സീഡ്സുകളെ കുറിച്ച് പഠിച്ചു, ആൽബുമിനസ് സീഡും നോൺ ആൽബുമിനസ് സീഡും. ഇനി അടുത്തതാണ് ഫ്രൂട്ട്സ്. എന്താണ് ഫ്രൂട്ട്സ്? ഫ്രൂട്ട്സ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് സെൽ ഡിവിഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ ഇൻ ദി ഓവറി. ഓക്കെ, അതായത് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഓവറിൽ നിന്നുമാണ് ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത്. ഓക്കെ, ആ ഒരു ഓവറിൽ നടക്കുന്ന സെൽ ഡിവിഷനും ഡിഫറൻസിയേഷനും അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ആ ഒരു തിങ്സിനെ പറയുന്ന പേരാണെന്ത്? ഫ്രൂട്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പല ഫ്രൂട്ട്സുകളും ഉണ്ട് അല്ലേ? അപ്പോൾ ഫ്രൂട്ട്സ് ആർ 3 ടൈപ്സ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 ടൈപ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ട്രൂ ഫ്രൂട്ട്സ്. ദീസ് ആർ ഡിറൈവഡ് ഫ്രം ആൻ ഓവറി ഓഫ് എ ഫ്ലവർ നോട്ട് അസോസിയേറ്റ് വിത്ത് എനി നോൺ കാപ്പിലറി പാർട്ട്. അതായത് ട്രൂ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇവ ഓവറി, ഒരു ഫ്ലവറിൻ്റെ ഓവറിയിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ് എന്ത്? ട്രൂ ഫ്രൂട്ട്സ്. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് ഓവറിൽ നിന്നാണ് ഫ്രൂട്ട്സ് ഡിറൈവ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ ട്രൂ ഫ്രൂട്ട്സ്, യഥാർത്ഥ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഫ്ലവറിൻ്റെ ഓവറിൽ നിന്നും ഉണ്ടാവുന്ന അത്തരത്തിലുള്ള ഫ്രൂട്ട്സാണ് എന്ത്? ട്രൂ ഫ്രൂട്ട്സ്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? മാംഗോ, ടൊമാറ്റോ, ഇതൊക്കെയാണ് ട്രൂ ഫ്രൂട്ട്സിന് എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിനൊക്കെ ഇതിങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ ചോദിക്കും. കുറേ ഫ്രൂട്ട്സിൻ്റെ പേര് കൊടുക്കും. അതിൽ ട്രൂ ഫ്രൂട്ട്സ് ഏതാണ്, ഫോൾസ് ഫ്രൂട്ട്സ്, പിന്നെ അതായത് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്, അതൊക്കെ ഏതൊക്കെയാണ് എന്നുള്ളത് കാറ്റഗറൈസ് ചെയ്യാൻ എക്സാമിനൊക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് ഫോൾസ് ഫ്രൂട്ട്സ്. എന്താണ്? These are derived from an ovary along with other floral parts. ഓക്കെ, അപ്പോൾ ഓവറിൽ നിന്ന് മാത്രമല്ല വേറെ പൂവിൻ്റെ വേറെ ഭാഗങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫ്രൂട്ട്സിനെ പറയുന്ന പേരാണെന്ത്? ഫോൾസ് ഫ്രൂട്ട്സ്. ഓക്കെ, അതായത് ഓവറിൽ നിന്നുമല്ല, പിന്നെ ഫ്ലവറിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും ഫ്രൂട്ട്സ് ഡിറൈവ് ചെയ്യുന്നതിനെയാണ് ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ആപ്പിൾ ആൻഡ് സ്ട്രോബെറി. ഓക്കെ, ദെൻ മൂന്നാമത്തത് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ദീസ് ആർ ഫ്രൂട്ട്സ് ഡെവലപ്പ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ്റെ ഭാഗമല്ലാതെ, അതായത് ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ തന്നെ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഫ്രൂട്ട്സിനെയാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സിനൊന്നും എന്തുണ്ടാവില്ല? സീഡ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഫ്രൂട്ട്സൊക്കെ എന്തായിരിക്കും? സീഡ്ലെസ് ആയിരിക്കും. അപ്പോൾ എന്താണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്? ദീസ് ആർ ദി ഫ്രൂട്ട്സ് ഡെവലപ്പ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ദീസ് ഫ്രൂട്ട്സ് ആർ സീഡ്ലെസ്. അതിന് എക്സാമ്പിളാണ് ബനാന. ഓക്കെ, ബനാനക്ക് നമുക്കറിയാം അതിനൊന്നും സീഡില്ല. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് 3 തരത്തിലുള്ള ഫ്രൂട്ട്സ്? ട്രൂ ഫ്രൂട്ട്സ്, ഫാൾസ് ഫ്രൂട്ട്സ് ആൻഡ് ലാസ്റ്റ് വൺ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ഇനി നമുക്ക് സീഡിൻ്റെ വേറെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പെരിസ്പെം, റെമനൻ്റ് ഓഫ് ന്യൂക്ലിയസ് ഇൻ മെച്ചോർഡ് സീഡ്. അതായത് ഒരു മെച്ചോർഡ് ആയിട്ടുള്ള സീഡിൻ്റെ ആ ഒരു റെമനൻ്റ്, ന്യൂക്ലിയസിൻ്റെ ആ റെമനൻ്റ്, അതാണ് എന്ത്? പെരിസ്പെം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ബ്ലാക്ക് പെപ്പർ. ഓക്കെ, ഇനി സീഡ് ഡോമൻസി. ആസ് ദി സീഡ് മെച്ചേഴ്സ് its water content reduces and become dry. Embryo become inactive. If favorable conditions are available, they germinate. അതായത് സീഡ് ഡോർമൻസി എന്ന് പറഞ്ഞാൽ ഒരു മെച്ചേർഡ് സീഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മെച്ചേർഡ് സീഡ് മെച്ചേർഡ് ആവുന്ന സമയത്ത് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആ സീഡ് എന്തായി മാറും? അത് ഡ്രൈ ആയിട്ട് മാറും. അങ്ങനെ എംബ്രിയോ എന്തായി മാറുന്നുണ്ട്? ഇനാക്റ്റീവായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സീഡ് ഡോർമൻസി എന്ന് പറഞ്ഞാൽ ഒരു സീഡ് മെച്ചേർഡ് ആവുന്ന സമയത്ത് അതിലുള്ള വാട്ടർ കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതെന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സീഡ് ഡ്രൈ ആയിട്ട് മാറും. അങ്ങനെ ഡ്രൈ ആയി മാറിയിട്ട് ആ എംബ്രിയോ ഇനാക്റ്റീവായി മാറും. ഓക്കെ, അവിടെ അപ്പോൾ എന്ത് ചെയ്യുന്നില്ല? ആ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യില്ല. ഓക്കെ, പിന്നെ ഒരു ഫേവറബിൾ കണ്ടീഷൻസ് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിന് ആ ഒരു സീഡ് എന്ത് ചെയ്യും? അത് ജെർമിനേറ്റ് ചെയ്യും, അതായത് മുളയ്ക്കാൻ തുടങ്ങും. ഇപ്പോൾ നമുക്കൊക്കെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. നമ്മൾ വീടുകളിലൊക്കെ വിത്ത് നടുമ്പോഴൊക്കെ എന്ത് ചെയ്യും? ആ ഒരു സീഡ് എന്ന് പറയുമ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു അവസ്ഥയിലായിരിക്കും. പിന്നെ വിത്തൊക്കെ നട്ട് അതിനുള്ള ആവശ്യമായിട്ടുള്ള ആ ഒരു ന്യൂട്രിയൻസ് അല്ലെങ്കിൽ വാട്ടർ
പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ജെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സീഡ് ഡോർമൻസി എന്ന് പഠിച്ചല്ലോ. ഇത് എക്സാമിന് ചോദിക്കും. സീഡ് ഡോർമൻസി എന്താണ് എന്നുള്ളത് എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി വിയബിലിറ്റി ഓഫ് സീഡ്, അതായത് എബിലിറ്റി ഓഫ് സീഡ് ടു ജെർമിനേറ്റ് ആഫ്റ്റർ ഡിസ്പേഴ്സൽ, അതായത് ഒരു സീഡിൻ്റെ ജെർമിനേഷൻ്റെ ആ ഒരു കഴിവ്, അതായത് മുളക്കുന്നതിനുള്ള കഴിവാണ് എന്ത് വിയബിലിറ്റി എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാം, ഒരു പ്ലാന്റിൽ നിന്നും ആ ഒരു വിത്ത് ആ ഒരു ഫ്രൂട്ട്സ് വീണ് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ആ ഒരു സീഡ് മുളക്കുന്നത് എങ്ങനെയാണ്, ആ ഒരു പ്ലാന്റിൽ നിന്നും അത് ഡിസ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അല്ലേ. അങ്ങനെ ആ ഒരു കഴിവാണ് എന്ത് വിയബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ചില പ്ലാന്റ് സ്പീഷീസിലൊക്കെ എങ്ങനെയാണ് ഈ ഒരു വിയബിലിറ്റി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലോസ് ചെയ്യും. അതായത് ആ വിത്ത് മുളക്കുന്നതിനുള്ള കഴിവ് എന്ത് ചെയ്യും, അത് നശിക്കും. ഓക്കെ, നഷ്ടപ്പെടും. അതായത് ചില വിത്തുകളൊക്കെ നമുക്കറിയാം, നമ്മൾ നട്ട് കഴിഞ്ഞാൽ ചില വിത്തുകൾ മുളക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് കുറേ കാലം കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വിയബിലിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ വിത്ത് മുളക്കാനുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ചില സ്പീഷീസിലുള്ള പ്ലാന്റ്സിൻ്റെ സീഡൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ വർഷങ്ങൾ വരെ അവ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വിയബിലിറ്റി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് വിയബിലിറ്റി ഓഫ് സീഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അപ്പോമിക്സിസ്. എന്താണ് അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ സ്പെഷ്യൽ മെത്തേഡ് ടു പ്രൊഡ്യൂസ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. നമുക്കറിയാം, സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഓവ്യൂളിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ഈ ഓവ്യൂളിൽ നിന്നും സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രോസസ്സിൽ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ്റെ ഭാഗമായിട്ടല്ല. അതായത് വേറൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് സീഡ് ഉണ്ടാക്കുന്നത്. അതിന് പറയുന്ന പേരാണെന്ത്? അപ്പോമിക്സിസ്. ഓക്കെ, ആ ഒരു പ്രോസസ്സാണ് അപ്പോമിക്സിസ്. ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചു പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ഫോർമേഷനാണ് അല്ലേ. അതായത് ഫ്രൂട്ട്സ് ഡെവലപ്ഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, അതിനെയാണ് എന്ത് പാർത്തനോകാർപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മാറരുത്. പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ അല്ലാതെ ഫ്രൂട്ട്സ് ഉണ്ടാവുന്നതാണ് എന്ത് പാർത്തനോകാർപ്പി. ഇവിടെ ഫെർട്ടിലൈസേഷൻ്റെ ഭാഗമല്ലാതെ സീഡ് ഉണ്ടാകുന്നതാണ്, ആ ഒരു മെത്തേഡാണ് എന്ത് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു മെത്തേഡ് ഹൈബ്രിഡൈസേഷനൊക്കെ യൂസ്ഫുള്ളാണ്. അതിനൊരു എക്സാമ്പിളാണ് എന്ത് ഗ്രാസ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നോ സെഗ്രിഗേഷൻ ഓഫ് ക്യാരക്ടർ ഇൻ ദി ഹൈബ്രിഡ് പ്രോജനി. അതായത് ഇങ്ങനെ ഹൈബ്രിഡ് ആയിട്ടുണ്ടാക്കുന്ന പ്രോജനി കുട്ടികൾ അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റ്സ് എന്തുണ്ടാവും, ഒരു സെഗ്രിഗേഷൻ, അവർക്കൊരു ക്യാരക്ടറിൻ്റെ ഒരു സെഗ്രിഗേഷൻ ഉണ്ടാവില്ല. അതെന്ത് ചെയ്യും, ആ ഒരു പാരൻറ്റിൻ്റെ അതേ ഒരു സ്വഭാവം തന്നെയായിരിക്കും എന്തുണ്ടാവുക, ഈ ഒരു ഹൈബ്രിഡ് പ്രോജനിക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് എന്ത് അപ്പോമിക്സിസ് എന്ന പ്രോസസ്സ്. ഓക്കെ, നെക്സ്റ്റ്, പോളി എംബ്രിയോണി. ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് മോർ ദാൻ വൺ എംബ്രിയോ പ്രസൻറ്റ് ഇൻ എ സീഡ്. എക്സാമ്പിൾ സിട്രസ്, മാംഗോ. ഓക്കെ, അതായത് ഒരു സീഡിൽ കുറേ എംബ്രിയോ കാണുക, ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് കാണുക. ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് എന്ത് പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷൻ, അതായത് ഒരു സീഡിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ കാണുന്ന ആ ഒരു കണ്ടീഷനാണ് എന്ത് പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് മോർ ദാൻ വൺ എംബ്രിയോ പ്രസൻറ്റ് ഇൻ എ സീഡ്. എക്സാമ്പിൾ സിട്രസ്, മാംഗോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എംബ്രിയോസ് അല്ലേ. 2 ടൈപ്പിലുള്ള എംബ്രിയോസ് ഉണ്ട്, ഡൈക്കോട്ട് എംബ്രിയോ, മോണോക്കോട്ട് എംബ്രിയോ. അതുപോലെ തന്നെ സീഡ് അല്ലേ. സീഡ് ഏതിൽ നിന്നാണ് സീഡ് ഡിറൈവ് ചെയ്യുന്നത്? ഓവ്യൂളിൽ നിന്നാണ്. പിന്നെ 2 ടൈപ്പിലുള്ള സീഡ്സ് പഠിച്ചു, ആൽബുമിനസ് സീഡ്സ് ആൻഡ് നോൺ ആൽബുമിനസ് സീഡ്. അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ്, ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു? ട്രൂ ഫ്രൂട്ട്സ്, ഫാൾസ് ഫ്രൂട്ട്സ്, പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. പിന്നെ അപ്പോമിക്സിസ് എന്താണ് എന്നുള്ളതും പോളി എംബ്രിയോണി എന്താണ് എന്നുള്ളതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ.
അപ്പം ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ ബോട്ടണിയിലെ 2 ചാപ്റ്റേഴ്സാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് വരാം.